നമസ്കാരം. ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കാണ്. അതിൽ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിന് വേദിയാവുക തിരുവനന്തപുരം കോർപ്പറേഷനാവും. ഈ വാശിയേറിയ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള ഏക കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം നഗരസഭ. തിരുവനന്തപുരം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് ദിവസങ്ങൾ അടുക്കുമ്പോൾ തലസ്ഥാന നഗരിയിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന വിഷയം നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്ന വാർത്തയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയോടെ അധികാരത്തിലെത്തിയ ആര്യയുടെ പിന്മാറ്റം നൽകുന്ന രാഷ്ട്രീയ സൂചന എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി തലസ്ഥാനത്ത് യുവത്വ പരിചയ സമന്വയ തന്ത്രം നടപ്പാക്കാൻ CPM ഒരുങ്ങുന്നു. നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനെ കോർപ്പറേഷൻ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആലോചനകൾ ഈ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ലേബലോടെയാണ് 22-ാം വയസ്സിൽ ആര്യയുടെ വരവ്. അഴിമതി, ഭരണത്തിലെ പരിചയക്കുറവ് തുടങ്ങിയ പ്രതിപക്ഷ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും CPM ആര്യയെ സംരക്ഷിച്ചു നിർത്തി. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര്യ മത്സരിച്ചേക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഈ 5 വർഷക്കാലം തിരുവനന്തപുരത്ത് ഇടയ്ക്കിടെ ചർച്ചയായത് പ്രായം കുറഞ്ഞ മേയറുടെ പ്രവർത്തനമായിരുന്നു. അഴിമതിയെന്നും പിൻസീറ്റ് ഡ്രൈവിംഗ് എന്നും പക്വതക്കുറവെന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. സ്മാർട്ട് റോഡ് അടക്കമുള്ള വികസനങ്ങളും ഉപതെരഞ്ഞെടുപ്പുകളും എല്ലാം ഉണ്ടായ വിജയം മറുപടിയായി കാട്ടുന്ന CPM പ്രായം കുറഞ്ഞ മേയർക്ക് ഫുൾ മാർക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഇത്തവണ ആര്യം മത്സര രംഗത്തല്ല, നയിക്കാൻ ഇറങ്ങാനാണ് CPM ആലോചന. അടുത്ത മേയർ സ്ഥാനം ജനറൽ ആയതിനാൽ പുരുഷ മേയറെ പരിഗണിക്കുന്നതാണ് പ്രധാന കാരണം. കോർപ്പറേഷനിൽ നിന്ന് മാറി യുവനേതാവായ ആര്യയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള വിദൂര ആലോചനകളും CPM നടത്തുന്നുണ്ട്. നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ആര്യയെ മത്സരിപ്പിക്കാനുള്ള സാധ്യത പാർട്ടി കാണുന്നു. കോർപ്പറേഷൻ ഭരണത്തിൽ നിന്നും ആര്യയെ മാറ്റി നിർത്തുന്നതിലൂടെ CPM ലക്ഷ്യമിടുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 5 വർഷത്തെ ഭരണപരിചയം മുതലെടുത്ത് യുവനേതാവിനെ നിയമം ഉൾപ്പെടെയുള്ള നിർണായക മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. യുവത്വത്തിന് സംസ്ഥാന തലത്തിൽ കൂടുതൽ അവസരം നൽകാനുള്ള പാർട്ടിയുടെ ദീർഘവീക്ഷണമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ശിശുക്ഷേമ സമിതിയിൽ പ്രസിഡന്റ് ആയിരുന്ന S. ദീപകാണ് മേയർ പരിഗണനയിൽ ഒന്നാമത്. മുൻ മേയർ K. ശ്രീകുമാർ, ഏരിയ സെക്രട്ടറിയായ ചാല സുന്ദർ തുടങ്ങിയവരെല്ലാം പട്ടികയിലുണ്ട്. മേയർ സ്ഥാനം ഇത്തവണ ജനറൽ വിഭാഗത്തിനായി സംവരണം ചെയ്തതോടെ കോർപ്പറേഷൻ ഭരണത്തിൽ കൂടുതൽ പരിചയസമ്പന്നരായ നേതാക്കളെ കൊണ്ടുവരാനാണ് പാർട്ടി ശ്രമം. രാഷ്ട്രീയത്തിനപ്പുറം പ്രൊഫഷണൽ മേഖലയിലുള്ളവരെയും തിരയുന്നുണ്ട് പാർട്ടി. ആര്യയുടെ കത്തുവിവാദം ഉൾപ്പെടെയുള്ള ഭരണപരമായ ആരോപണങ്ങൾ നിലനിൽക്കെ ഭരണത്തിന് കൂടുതൽ സ്ഥിരതയും പക്വതയും നൽകാൻ മുതിർന്ന നേതാക്കൾക്ക് കഴിയുമെന്ന കണക്കുകൂട്ടലാണ് ഇതിനു പിന്നിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തരായ പരിചയസമ്പന്നരായ നേതാക്കളെ മുൻനിരയിൽ നിർത്തി തലസ്ഥാന കോർപ്പറേഷൻ ഭരണം നിലനിർത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത്. വെറും 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണത്തിലൂടെ യുവ നേതൃത്വത്തിന് ലഭിച്ച പാഠങ്ങൾ ഇനി നിയമസഭയുടെ വിശാലമായ രാഷ്ട്രീയ ഭൂമികയിൽ ഉപയോഗിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ഒരു വശത്ത് പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കി കോർപ്പറേഷൻ ഭരണത്തിൽ സ്ഥിരതയും പക്വതയും ഉറപ്പാക്കുക, മറുവശത്ത് യുവരക്തത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖ തരംഗം സൃഷ്ടിക്കുക. കോർപ്പറേഷൻ ഭരണം കൂടുതൽ സ്ഥിരതയുള്ളതും അനുഭവസമ്പന്നവുമായ നേതൃത്വത്തിന് കൈമാറുന്നതിലൂടെ ഭരണപരമായ വിമർശനങ്ങൾ മറികടക്കാൻ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ നീക്കം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ഒരുക്കം കൂടിയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ള ഒരു ട്രയൽ റണ്ണാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. തലസ്ഥാന നഗരിയിലെ ഭരണം നിലനിർത്തി ഒപ്പം യുവത്വത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന CPMന്റെ ഈ ഡബിൾ ഗെയിം തന്ത്രം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.